ഞാൻ മോഹൻദാസ്, സനാതന ധർമ്മ നവോത്ഥാന സമിതി പ്രസിഡന്റാണ്. നമ്മൾ ഒരു ഭഗവത്ഗീത കോമ്പറ്റീഷൻ ഈ മാസം ഡിസംബർ 8-ാം തീയതി വ്യാസവിദ്യാലയത്തിൽ നടത്തുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത് 25,000 രൂപ ഫസ്റ്റ് പ്രൈസ് കൊടുക്കും, 10 പേർക്ക് 1000 രൂപയുടെ സമ്മാനം കൊടുക്കും. അതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഹിന്ദു സംഘടനകളുടെ യോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സനാതന ധർമ്മ നവോത്ഥാന സമിതി അമ്പലങ്ങളിലെ അനാചാരങ്ങളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. നമ്മളുടെ ചെറുപ്പക്കാർ അമ്പലത്തിൽ വരുന്നതിന് വേണ്ടി ഷർട്ടഴിഞ്ഞ് അമ്പലത്തിൽ കടക്കണമെന്ന നിബന്ധന മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു. തൃശ്ശൂരിൽ വെച്ച് ഈ വർഷം നടത്തിയ സന്യാസി സംഗമം തൃശ്ശൂർ പേരും വിളംബരം എന്ന പേരിൽ പുറത്തിറക്കിയ സർക്കിളിൽ ഇതിനെ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. ആചാരം എന്ന് പറഞ്ഞ എല്ലാ പഴയ ആചാരങ്ങളും നമ്മൾക്ക് നടത്താൻ കഴിയില്ല. മുമ്പ് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിലെ ജീർണം മാത്രമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. എപ്രകാരം പൂജിക്കുന്ന നമ്പൂരി കുടുംബം വെച്ച് കോട്ടും ധരിച്ച് പൂജിക്കണം എന്ന നിബന്ധന വരുന്നില്ലയോ, അതുപോലെ ഇതിനെയും മാറ്റേണ്ടിയിരിക്കുന്നു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നും നിലനിൽക്കില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഷർട്ടിന്റെ പ്രശ്നം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാതെ ഷർട്ട് ഉപയോഗിച്ച് അമ്പലത്തിൽ പ്രവേശിക്കണം എന്ന കാര്യത്തിൽ എല്ലാ സന്യാസി സമൂഹങ്ങളും തന്ത്രി സമൂഹവും പൂജാരി സമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സനാതന ധർമ്മ നവോത്ഥാന സമിതി അപേക്ഷിക്കുന്നു. ഈ ഇവിടെ പറഞ്ഞു ഷർട്ട് ചെറുപ്പക്കാരെ ധരിക്കാമെന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയാണ്. ചെറുപ്പക്കാർ വരാതിരിക്കാൻ ഇതന്നെയാണ് കാരണം. അവരുടെ ഒപ്പം പഠിച്ച പെൺപിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഷർട്ട് അഴിക്കാൻ വേണം, ഷർട്ട് അഴിച്ചിട്ട് വരില്ല. അവർ വരണമെന്നുണ്ടെങ്കിൽ ഷർട്ട് മാറ്റണം. പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ എല്ലാ അമ്പലങ്ങളിലും ഷർട്ട് അഴിച്ചിട്ട് പോകാറുണ്ട്. നമ്മളെ ഇവിടെ പല ഭഗവതി ക്ഷേത്രങ്ങളിലും പണ്ട് ഷർട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്നിടത്ത് ഇപ്പൊ ഷർട്ട് അഴിച്ചിട്ട് പോകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചുരുങ്ങിയത് ക്ഷേത്ര സംരക്ഷണ സമിതിയും മറ്റേ ഈ വിശ്വ ഹിന്ദു പരിഷത്തും അവരുടെ അമ്പലങ്ങളിൽ നിർബന്ധമായി ഷർട്ട് ഇട്ട് പോകാൻ പറയണം. മാത്രമല്ല 2 മണിക്കൂർ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഷർട്ട് ഇട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ വേർപ്പും ചൊറിയും നമ്മുടെ മേലാവും. കൊറോണ വന്നപ്പോൾ നമ്മൾ അറിയുന്നതാണ്. ഇനി ദൈവം നെഞ്ചിൽ കൂടെ കയറുന്ന ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ദൈവത്തിന് മുമ്പിൽ പോകുമ്പോൾ ഷർട്ടിന്റെ 2 ബട്ടൺ സഹിച്ചു വെച്ചാൽ മതി എന്ന് കൂടി പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.